ഞങ്ങളുടെ സ്ട്രെങ്ത്, ഞങ്ങളുടെ പില്ലർ, അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പപ്പ. അതുപോലെ ഞങ്ങളുടെ ഹാപ്പിനെസ്, അതാണ് ഞങ്ങളുടെ ഉമ്മമ്മ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കിച്ചണിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉമ്മാൻ്റെ ഫോണൊക്കെ ഒരു കോൾ വന്നു. കരഞ്ഞുകൊണ്ടാണ് ഉമ്മ കോൾ അവസാനിപ്പിച്ചത്. വെപ്രാളപ്പെട്ട് കാര്യം തിരക്കിയപ്പോൾ ഉപ്പപ്പാക്കും ഉമ്മമ്മക്കും ചെറിയൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്ന്. സ്കൂട്ടി സൈഡാക്കിയപ്പോൾ വണ്ടിയൊന്ന് ചെരിഞ്ഞതാണെന്നാണ് പറഞ്ഞത്. കേട്ടപാടെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഉമ്മമ്മാൻ്റെ വലത് കൈയിൻ്റെ എല്ലിനും ഉപ്പപ്പാൻ്റെ വലത് കാലിൻ്റെ ഞെരിയാണിൻ്റെ അവിടെയുള്ള എല്ലിനും പൊട്ടലുണ്ടായിരുന്നു. ഉമ്മമാക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോൾ ഉമ്മമാനെ സർജറിക്ക് കൊണ്ടുപോയി. അന്ന് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതിന് പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു ഞങ്ങളാരും. ഉമ്മമാൻ്റെ സർജറി കഴിഞ്ഞപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഉമ്മമാനെ കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. സർജറി കഴിഞ്ഞ് പിന്നെ 4 മണിക്കൂർ ഒബ്സർവേഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി അന്ന് അവിടെ നിൽക്കിയിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞാനും യാര ബേബിയും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഉപ്പപ്പാക്ക് സങ്കടം ഉമ്മമാക്ക് വയ്യാതായതിലും ഉമ്മമാക്ക് സങ്കടം ഉപ്പപ്പാക്ക് വയ്യാതായതിലും ആയിരുന്നു. അത്രയും കാത്തിരുന്ന് റമദാൻ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയതിൽ ഉപ്പപ്പാക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത് തന്നെ പറയുന്നുണ്ടായിരുന്നു. പഠിച്ചോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പോലല്ലേ പഠിച്ചോൻ പരീക്ഷിക്കുള്ളൂ. എന്നാലും അൽഹംദുലില്ലാ വേറെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇതിന്മ തീർന്നല്ലോ. എൻ്റെ ഉപ്പപ്പാക്ക് 5 പെൺകുട്ടികളും അവസാനത്തതൊരു ആൺകുട്ടിയാണ്. ഒക്കെ ഇപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ട് ആക്സിഡൻ്റ് ആയി എന്ന് കേട്ടത് മുതൽ ഓന് കരച്ചിലായിരുന്നു. പിന്നെ എല്ലാവരും വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ച് ഓക്കെ ആക്കിയപ്പോഴാണ് സമാധാനമായിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം നോമ്പ് സ്റ്റാർട്ട് ചെയ്യായതുകൊണ്ട് യാര ബേബിനെ മേമമാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ജാംജൂം വരെ പോയിട്ടുണ്ടായിരുന്നു. യാര ബേബിൻ്റെ പമ്പേഴ്സൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോൾ ഓളും ഉമ്മമാൻ്റെ കൂടെ നല്ല കളിയിലായിരുന്നു. നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളിന് എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒത്തുകൂടാനിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഒത്തുകൂടലാണ് ഉണ്ടായത്. നാട്ടിൽ നിന്ന് ആളുകളായിട്ടും റിലേറ്റീവ്സായിട്ടും ഒരുപാട് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. പഠിച്ചോ നമുക്ക് തരാൻ വിധിച്ചത് തരാതിരിക്കൂലല്ലോ. അപ്പോഴും ഉപ്പപ്പാക്ക് ടെൻഷനും പള്ളിയും തറാവി നിസ്കാരമൊക്കെ പോവുമല്ലോ എന്നുള്ള ടെൻഷനായിരുന്നു. എന്തായാലും അസുഖങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഷിഫയാക്കി തരട്ടെ. യാര ബേബിക്ക് ഉറക്കം വന്നോളൂ കുറുമ്പ് കാണിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാനാ പോണ്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ ബൈ.